വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2-ലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആൻഡ് പൂർണ്ണ സ്വരാജ് എന്ന യൂണിറ്റിനെ കുറിച്ചുള്ള ഷോർട്ട്സ് നോട്ടുകളാണ്. അതായത് സൈമൺ കമ്മീഷൻ ഇന്ത്യക്ക് ഭരണഘടനാപരമായ പുരോഗതിക്ക് സമയമായോ എന്ന് പരിശോധിക്കാൻ 1927 നവംബറിൽ സർ ജോൺ സൈമൺസിൻ്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച ഒരു കമ്മീഷനാണിത്. ഇതിൽ ഇന്ത്യക്കാരായ അംഗങ്ങൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരായ പ്രതിനിധികളില്ലാത്തതിനാൽ ഇന്ത്യക്കാർ ഈ കമ്മീഷനെ പൂർണ്ണമായി ബഹിഷ്കരിച്ചു. 1928 ഫെബ്രുവരി 3-ന് കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ നഗരങ്ങളിൽ ഹർത്താൽ ആചരിക്കുകയും സൈമൺ തിരികെ പോകുക എന്ന മുദ്രാവാക്യങ്ങളിലൂടെയും കരിങ്കൊടികളിലൂടെയുമാണ് ജനങ്ങൾ അവരെ സ്വീകരിച്ചത്. അടുത്ത നെഹ്റു റിപ്പോർട്ട്. ഇന്ത്യക്ക് വ്യക്തമായ ഭരണഘടനാ പരിഷ്കാരങ്ങൾ രൂപീകരിക്കുന്നതിനായി 1928 മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. ഇത് ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ട് മതാടിസ്ഥാനത്തിലുള്ള പ്രത്യേക നിയോജക മണ്ഡലങ്ങളെ എതിർത്തു. എന്നാൽ കേന്ദ്രത്തിലും ന്യൂനപക്ഷമായ പ്രവിശ്യകളിലും മുസ്ലിമീങ്ങൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. സാർവത്രിക വോട്ടവകാശം, സ്ത്രീകൾക്ക് തുല്യാവകാശം ഇത് പിന്തുണച്ചു. അടുത്ത 14 പോയിന്റ്സ് ഓഫ് ജിന്നയുടെ 14 ഇനങ്ങൾ. നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 1929 മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച 14 ആവശ്യങ്ങളുടെ പട്ടികയാണിത്. മുസ്ലിമുകൾക്ക് ഭൂരിപക്ഷമുള്ള പ്രവിശ്യകളിൽ പോലും സംവരണം വേണമെന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. മതവിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, കേന്ദ്ര നിയമസഭയിൽ കുറഞ്ഞത് 1/3 മുസ്ലിം പ്രാതിനിധ്യം, മുസ്ലിം സംസ്കാരം സംരക്ഷിക്കുന്നതിനുള്ള മതിയായ ഉറപ്പുകൾ എന്നിവ ജിന്നയുടെ പ്രധാന ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. അടുത്തത് പൂർണ്ണ സ്വരാജാണ്. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നാണ് ഇതിനർത്ഥം. ഡൊമിനിയൻ പദവി എന്ന പഴയ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് 1929 ഡിസംബറിലെ ചരിത്രപ്രധാനമായ ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് തങ്ങളുടെ പരമമായ ലക്ഷ്യമായി പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കളാണ് ഈ ആവശ്യത്തിനായി വാദിച്ചത്. ഈ പ്രമേയത്തെ തുടർന്ന് പൂർണ്ണ സ്വരാജ് നേടുന്നതിനായി സിവിൽ നിയമന ലംഘന പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിക്കാനും നികുതികൾ അടക്കാതിരിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. അടുത്തത് സാൾട്ട് സത്യാഗ്രഹ, ദണ്ഡി മാർച്ച്. ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡി മാർച്ചും. ബ്രിട്ടീഷ് സർക്കാർ അടിച്ചേൽപ്പിച്ച അന്യായമായ ഉപ്പ് നിയമങ്ങൾ ലംഘിക്കുന്നതിനായി 1930 മാർച്ച് 12 മഹാത്മാഗാന്ധി ആരംഭിച്ച ചരിത്രപരമായ മാർച്ചാണിത്. ഇത് സിവിൽ നിയമന ലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഗാന്ധിജിയും സബർമതി ആശ്രമത്തിലെ 78 അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി തീരദേശത്ത് മാർച്ച് ചെയ്യുകയും 1930 ഏപ്രിൽ 6-ന് കടൽ തീരത്ത് നിന്ന് ഉപ്പ് ശേഖരിച്ച് അദ്ദേഹം നിയമം ലംഘിക്കുകയും ചെയ്തു. കേരളത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം സമാനമായ സമരങ്ങൾ നടന്നു.